കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
യഥാർത്ഥ പോരാളി മൈലമ്മ തന്നെയാണ്. മൈലമ്മ ഈ ആഡംബരത്തിനോ അധികാരത്തിനോ തല കുടിഞ്ഞിട്ടില്ല. അതേപോലെ ഈ പരസ്യത്തിനും പത്രത്തിൽ പേര് വരണം അങ്ങനെ താല്പര്യപ്പെട്ടിട്ടുമില്ല. അവിടെ സമരക്കാർ തന്നെ രണ്ടും കാണുന്നത്, എല്ലാവരും എന്ത് തന്നെ പറഞ്ഞാലും അവിടെ അവർ കാണുന്നത് ആദിവാസികളെ ഒരു തട്ടിലെയും മറ്റാൾക്കാരെ ഒരു തട്ടിലെയും കാണുന്നത്. ഭൂരിഭാഗം നേതാക്കൾ നമ്മളൊക്കെ ഒന്നാണെന്ന് തോളിൽ കൈയെടുക്കണയും അവരുടെ ആദിവാസികൾ മാറ്റി നിർത്തപ്പെട്ടതേ ഞാൻ കാണുള്ളൂ. ആദിവാസികളെന്ന് പറയുമ്പോൾ അവരവിടെ പോസ്റ്റ് ഒട്ടാനും നമ്മൾ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സമരം മുന്നോട്ട് പോകുമ്പോൾ ആദിവാസികളോട് ആലോചിച്ചിട്ടില്ലല്ലോ. ആദിവാസികളാണ് അവരൊന്നും ചെയ്യില്ല. ലോകത്തിൽ എവിടെയൊക്കെ എത്രയോ സമരം നടത്തുന്നു. വലിയ ആൾക്കാർ സമരം നടത്തി അവർ സമരക്കാരുടെ കമ്പനി നേരിട്ടിട്ടുണ്ട്. പ്ലാച്ചിമടയിൽ ആദിവാസികൾ മാത്രം നടത്തുന്ന സമരക്ക് അത്ര ഒരു മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കുറേ ദിവസം കമ്പനി മുമ്പിൽ നിന്ന് ഉത്തരവാക്കിയൊക്കെ വിളിച്ചിട്ട് കുറേ പട്ടിണി കിടക്കുമ്പോൾ തന്നെ എണിച്ച് പോയിക്കൊള്ളുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് പറ്റിയ അക്കിടി. പ്ലാച്ചിമട അവരെന്താ അറിയുക, സിയാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പരസ്യ ബോർഡ് പോലെയാണ്. പുറമിരുന്ന് കാണുന്ന ആൾക്ക് വലിയൊരു സംഭവമാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സമരങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖയിൽ നടക്കുന്നത് പോലെ ഇതൊക്കെ അത് കാണിക്കുന്ന ഒരാളാണ്. ആര് വന്നാലും അയാളുണ്ടാവും. അതേ സമയത്തിൽ സമരങ്ങൾ അയാൾ നയിക്കില്ല. സമരത്തിൽ പങ്കെടുക്കും. പുറമെ നോക്കുമ്പോൾ ഞാനാണ് ഇതിന് പിന്നിൽ പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ആളാണ്. രണ്ടും നേതാക്കളെയും വിലയിരുത്തുന്ന സമയത്ത് യഥാർത്ഥ പോരാളി മൈലമ്മ തന്നെയാണ്. മൈലമ്മ ഈ ആഡംബരത്തിനോ അധികാരത്തിനോ തല കുടിഞ്ഞിട്ടില്ല. അതേപോലെ ഈ പരസ്യത്തിനും പത്രത്തിൽ പേര് വരണം അങ്ങനെ താല്പര്യപ്പെട്ടിട്ടുമില്ല. എല്ലാ നേതാക്കളെന്ന് പറയുമ്പോൾ വൈകുന്നേരം വരെ കാലത്ത് 9 മണിക്ക് നേതാക്കളെന്ന് പറഞ്ഞ ആൾക്കാർ കാലത്ത് 9-10 മണിക്ക് കുളിച്ച് റെഡിയായി പന്തലിൽ വന്ന് നിൽക്കുക. സമരപന്തകൾ പത്രമാധ്യമങ്ങൾ പന്തലിൽ വന്ന് പോകുന്നത് വരെ പന്തലിരിക്കുകയും പത്രമാധ്യമങ്ങൾ പന്തലിൽ നിന്ന് പോയി പിന്നെ അവരുടെ ജോലി മാറ്റി അവരവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കും. മൈലമ്മ അങ്ങനെയല്ലല്ലോ. മൈലമ്മ 24 മണിക്കൂറും കഞ്ഞി വെച്ച് കുടിച്ചിട്ട് പന്തലിൽ കിടന്ന ഒരാളാണ്. അതാണ് നേതാവ്. മൈലമ്മയോട് കൂടുതൽ പത്രക്കാരോ ഇവരൊന്നും പോയി അവർ പടം എടുക്കാൻ നിന്നിട്ടില്ല. ചോദ്യം ചെയ്താൽ നിന്നിട്ടില്ല. മൈലമ്മ മറുപടി പറയാൻ നിന്നിട്ടില്ല. മൈലമ്മയ്ക്ക് എന്താണോ ശരിയെന്ന് പെട്ട രീതിക്ക് മൈലമ്മ പ്രവർത്തിച്ചു. വിളയോടി എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് വിളയോടിയല്ല. സിയാർ പോലെ കുറേ ആൾക്കാർ നിന്ന് വിളയോടിയെ നയിച്ചു. മൈലമ്മ സ്വന്തം നയിച്ചു. ഇവരിന് പല ആൾക്കാർ നയിച്ചു. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ സമരക്കാർ തന്നെ രണ്ടും കാണുന്നത്, എല്ലാവരും എന്ത് തന്നെ പറഞ്ഞാലും അവിടെ അവർ കാണുന്നത് ആദിവാസികളെ ഒരു തട്ടിലെയും മറ്റാൾക്കാരെ ഒരു തട്ടിലെയും കാണുന്നത്. ആദിവാസികളാകുമ്പോൾ സുരേഷ് ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ അംഗനവാടിയിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വേലൂർ സ്വാമിനാഥനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഞാൻ സത്യ ക്രിസ്ത്യാനിയാണ്, നിന്നെപ്പോലെ ആദിവാസിയല്ല. അങ്ങനെ പറഞ്ഞു സുരേഷ് ജോർജ്. എറണാകുളത്തുകാരനാണ്. അപ്പോൾ മലപ്പുറത്തിലുള്ള സുന്ദർരാജൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ തല്ലി, സുരേഷ് ജോർജിന് തല്ലി, ഇങ്ങനെ മൂക്കിന് തണ്ടൊക്കെ ഉടഞ്ഞ് ചോര വന്നു നടന്നു. അങ്ങനെയാണ്. അപ്പോൾ അവിടെ വന്ന ആൾക്കാരനെ
ഭൂരിഭാഗം നേതാക്കൾ നമ്മളൊക്കെ ഒന്നാണെന്ന് തോളിൽ കൈയെടുക്കുകയും അവരുടെ ആദിവാസികൾ മാറ്റി നിർത്തപ്പെട്ടതേ ഞാൻ കാണുള്ളൂ. ആദിവാസികൾ എന്ന് പറയുമ്പോൾ അവരവിടെ പോസ്റ്റ് ഒട്ടാനും നമ്മൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സമരം മുന്നോട്ട് പോകുമ്പോൾ ആദിവാസികളോട് ആലോചിച്ചിട്ടില്ലല്ലോ. കമ്പനി പൂട്ടി, നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ചോയ്സ് ആദിവാസികളോട് പറയും. ഒന്ന്, നമ്മളിന് അടച്ച കമ്പനിക്ക് പൂട്ടി കമ്പനിക്കെതിരെ സമരം ചെയ്യേണ്ട, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വരുന്ന സമയത്ത് ഇത്ര വലിയ ആൾക്കാർക്ക് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെന്ന് വയ്ക്കാം. ഇവർ ലോക രാജ്യങ്ങളെക്കുറിച്ച് സമരം എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാർ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നഷ്ടപരിഹാരം കിട്ടുമോ കിട്ടില്ല എന്ന് പറയുന്നത് വേറെ വിഷയം. നഷ്ടപരിഹാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് വരും. നമുക്കത് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചത് കമ്പനി പൂട്ടിയാൽ നമ്മൾ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി സമരം അവസാനിപ്പിക്കാമെന്നോ, അങ്ങനെ രണ്ട് ചോയ്സും കൂടി വെക്കേണ്ട ആദിവാസികളോട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി അവസാനിപ്പിക്കാമെന്ന് പറയും. അതിന് വിട്ടില്ലല്ലോ. ഇവരൊരു കാര്യം പറഞ്ഞു, നഷ്ടപരിഹാരം. ആദിവാസികളിൽ എന്ത് പറഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടും, നഷ്ടപരിഹാരം 216 കോടിയേ, 216 കോടി നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാലേ ആദിവാസികൾക്ക് എന്താണ് നഷ്ടം? ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ അവിടെ കുടിവെള്ളങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, കുടിവെള്ള കിണറുകളൊക്കെ കുളിച്ചു മൂടിയിട്ടുണ്ട്. കുടിവെള്ളം നശിച്ചതിന് പകരം കുടിവെള്ളം തരാൻ പറ്റും സർക്കാർ, അത് തന്നു. ആ കിണറിൻ്റെ നഷ്ടപരിഹാരം മേടിക്കാൻ പറ്റും. അത് കോടികളോ ഇങ്ങനെയൊന്നും കിട്ടില്ല. യഥാർത്ഥ നഷ്ടപരിഹാരം കിട്ടുന്നത് കർഷകന് കിട്ടും, അവന് തെളിയിക്കാൻ പറ്റും. ഈ കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലത്ത് എൻ്റെ ഭൂമിയിൽ ഒരു ഹെക്ടറിന് കിട്ടിയ നെല്ല് ഇത്രയാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ഈ കമ്പനി പ്രവർത്തിച്ച് ഇത്രാം കൊല്ലം തൊട്ട് ഞങ്ങളുടെ നെല്ല് ഈൽഡ് ഇത്ര കുറഞ്ഞു, തെങ്ങിൻ തോട്ടത്തിൽ തേങ്ങ ഇത്ര കുറഞ്ഞു, പച്ചക്കറിയിൽ ഇത്ര കുറഞ്ഞു, ഇന്ന ദോഷങ്ങൾ വന്നിട്ടുണ്ട് പറയാൻ അവനക്ക് എല്ലാ തെളിവും കയ്യിലുണ്ട്. ഞങ്ങൾക്കൊന്നുമില്ല. അവന് വേണ്ടി ഞങ്ങൾ പണിയെടുത്തിട്ട് അവന് നഷ്ടപരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വരും. എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടത്. പിന്നെ നേതാക്കൾ എഴുതിയിട്ടുണ്ട്, ആദിവാസികൾ കുറേ പശുക്കൾ കറവ പശു മേടിച്ചിട്ടുണ്ടായിരുന്നു, ആ കറവ പശുകൾ ചത്തുപോയി, ഈ വെള്ളം കുടിച്ച് ചത്തുപോയി, അത് നഷ്ടപരിഹാരം എഴുതിയിട്ടുണ്ട്. കറവ പശു ചത്തുപോയാൽ നമുക്ക് ഇൻഷുറൻസ് എത്രയാണ് കിട്ടാൻ പോകുന്നത്? 30,000 റുപ്യ കിട്ടും. അത് മാത്രമല്ല, നമുക്ക് തെളിവ് വേണ്ട. നമുക്ക് വെറ്റിനറി ഡോക്ടറിനെ കൊണ്ട് തെളിവ് വേണ്ട, അവർ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇന്നാളുടെ ഇന്ന നിറമുള്ള പശു മരിച്ചതായിട്ട് കാണണ്ടേ. അപ്പം അത് ഈ സമരം ഇതുവരേക്ക് കൊണ്ടുപോയത് തന്നെ ആദിവാസി സമരം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നെ സംബന്ധിച്ചോളം. യഥാർത്ഥത്തിൽ കൂടുതൽ നഷ്ടപരിഹാരം കിട്ടുന്ന ആൾക്കാർ സുഖജീവിതമായി നയിക്കുമ്പോൾ അവരാണ് നടത്തുന്നത്. കർഷകർ നടത്തണം, കച്ചവടക്കാർ ചെയ്യണം. ഇത് കമ്പനി ശരിക്കും കമ്പനി പ്രവർത്തിക്കുന്ന സമയത്താണ് കച്ചവടക്കാർക്ക് ലാഭം കിട്ടുക. കുറേ കടകളുണ്ടായിരുന്നു. കമ്പനി പൂട്ടിയതോടുകൂടി അവർ തൊഴിൽ പോയി, അത് വേറെ വിഷയം. കർഷകർ ബാധിച്ചിട്ടുണ്ട്. കർഷകർക്ക് നിയമപ്രകാരമായി പോയാൽ കിട്ടുകയും ചെയ്യും. ഒന്നത്. പിന്നെ നമ്മൾ വേറൊരു വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും കമ്പനിക്കെതിരെ സമരമുണ്ട്, എല്ലാ സ്ഥലത്തും സമരത്തിലുണ്ട്. എവിടെയും കമ്പനി പൂട്ടിയിട്ടില്ല, എവിടെയും കമ്പനി പൂട്ടിയിട്ടില്ല. പ്ലാച്ചിമടയിൽ പൂട്ടിയത് ഞങ്ങളുടെ ബലം കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ആദിവാസികളാണ്, അവരൊന്നും ചെയ്യില്ല. ലോകത്തിൽ എവിടെയൊക്കെ എത്രയോ സമരം നടത്തുന്നു, വലിയ ആൾക്കാർ സമരം നടത്തി അവർ സമരക്കാരനെ കമ്പനി നേരിട്ടിട്ടുണ്ട്. പ്ലാച്ചിമടയിൽ ആദിവാസികൾ മാത്രം നടത്തുന്ന സമരക്ക് അത്ര ഒരു മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കുറേ ദിവസം കമ്പനി മുമ്പിൽ നിന്ന് ഉത്തരവാക്കിയൊക്കെ വിളിച്ചിട്ട് കുറേ പട്ടിണി കിടക്കുമ്പോൾ തന്നെ എണിച്ച് പോയിക്കൊള്ളുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് പറ്റിയ അക്കിടി. പിന്നെ പലരും ഉള്ളിൽ വരേണ്ടത് വന്നു, പല നേതാക്കൾ ഏറ്റെടുത്തു, വലിയ നേതാക്കൾ ഏറ്റെടുത്തു. അത് പ്രശ്നമായി. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് നേരത്തെ ലൈസൻസ് ആരും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ട്രയൽ മാത്രമല്ല ഓട്ടിയത്, കമ്പനി ട്രയൽ മാത്രമാണ് ഓട്ടിയിട്ടുള്ളത്. ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല, കറണ്ട് കൊടുത്തിട്ടില്ല. അവിടെ ഒരു റൂമിൻ്റെ ഓണർഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇരുന്നിട്ടുമാണ് ഇത്ര കൊല്ലമായി കമ്പനി പോട്ടേണ്ടത് വന്നു. ലൈസൻസൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ചോദിച്ചു. ഏത് കമ്പനി അടച്ചു പൂട്ടാൻ നമ്മൾ ആരൊക്കെ എതിർത്തോ, ആരൊക്കെ പന്തലിന് തീ വെച്ചോ, പല പ്രാവശ്യം പന്തലിന് തീ വെച്ച ജനതാദളും CPM തന്നെ ഞങ്ങളോട് ചോദിക്കുകയും പഞ്ചായത്ത് ഭരണകൂടം
കമ്പനിക്കെതിരെ സ്റ്റോപ്പ് കൊടുക്കുകയും കമ്പനി നിർത്താനുള്ള സംവിധാനം എല്ലാം അവരും കൂടി ചെയ്തു. അതും കൂടിയാണ് ജയിച്ചത്. പഞ്ചായത്ത് ഭരണം കൂടെ നേരത്തെ പോലെ നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കില്ല. പക്ഷേ നേരത്തെ പോലെ ലാസ്റ്റ് വരെ ജനങ്ങൾക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ വലിയ അടി കിട്ടാം, ചെകിട്ടത്ത് അടി കിട്ടാൻ പോകുന്ന വീരേന്ദ്രകുമാറാർക്കും. ഇയാൾ വലിയ പരിസ്ഥിതി സ്നേഹം പറയും, ഇവിടെ പരിസ്ഥിതി നശിക്കുന്ന കമ്പനിക്ക് അനുകൂലമായി അവരുടെ പാർട്ടിയല്ല അവിടെ ഭരിക്കുന്നത്. കൃഷ്ണൻകുട്ടിയേട്ടൻ അവരൊക്കെ ഒരുമിച്ച് നിന്നല്ല. അപ്പം അവിടെയാണ് വീരേന്ദ്രകുമാർ ചിന്തിക്കുന്നത്, നമുക്ക് അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടി വന്നതല്ല, രക്ഷപ്പെടാൻ വേണ്ടി സമരത്തിനോടൊപ്പം വന്ന ഒരാളാണ്. അതിൽ കൃഷ്ണൻകുട്ടിയൂരിനൊക്കെ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുകയുമാണ് അടച്ചുപൂട്ടിയത്. എന്തായാലും അടച്ചുപൂട്ടിയത് ഒരു വിജയം തന്നെയാണ്. ഈ മൂന്നാമതൊരാളും നേരത്തെ ഇല്ലാതൊരു ഓപ്ഷനാണ് ലാസ്റ്റ് കയറി വന്നത്, നഷ്ടപരിഹാരം എന്നത്. നഷ്ടപരിഹാരം ഇന്ന് എനിക്ക് നമ്മൾ ഈ ഭോപാൽ തുറന്നങ്ങളൊക്കെ നടത്തിയിട്ട് 10-50 കൊല്ലത്തിൻ്റെ അടുത്തായും തോന്നുന്നില്ല, 10-40 കൊല്ലമായിട്ടുണ്ടാവും. അവിടെ നിന്ന് 5 പൈസ കിട്ടിയിട്ടില്ല. ഇതിനെക്കാട്ടിൽ വലിയ തുറന്നങ്ങളാണ്. പിന്നെ ഇവിടെ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ഭരണകൂടങ്ങൾ എംപ്ലാറ്റും ഇവർക്ക് അനുകൂലമാണ്. അത് വെറും സമരമാണ്. ചില നേതാക്കളുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. ആദിവാസികൾക്ക് വേണ്ടി. ആദിവാസികൾ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നടക്കുന്ന സമരത്തിനെ കുറിച്ചിട്ട് സ്വന്തം നിലപാട് ആദിവാസികൾ സംസാരിക്കണം. ഞങ്ങൾക്ക് ഇന്നത് കിട്ടാൻ ഞങ്ങൾ ആദിവാസികൾ പറഞ്ഞാൽ മതി, നമ്മൾ ഇടപെടാം. എന്താ അവിടെ ഈ സമരം വെറുതെ അവിടെ റോഡിന് സൈഡിൽ ഒരു കുടിയിലും കെട്ടി അവിടെ ഇരിക്കുന്നത് കാട്ടിലും 40-45 സംഘടനകളുണ്ട് സമരത്തിൻ്റെ. ഈ സംഘടനയിലൊക്കെ 100 ആളാക്കിയാൽ കണ്ടമാനം ആളായി. എല്ലാവരും പോയി എന്താ കമ്പനിയുടെ സ്ഥലം പിടിച്ചു കൊടുത്തുകൂടാ? നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കമ്പനിയുടെ സ്ഥലം ഞങ്ങൾ പിടിച്ചെടുത്തുന്ന എന്താ പറയാത്തത്? പറഞ്ഞാൽ അത് അവിടെ വെച്ച് പ്രശ്നം അവസാനിപ്പിക്കും. ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ പാടില്ല, ലൈവായി നിർത്തുക. എപ്പോഴെങ്കിലും 2-3 മാസം ആകുമ്പോൾ ആരെങ്കിലും ഒരു പത്രക്കാരൻ വരുമ്പോൾ 4 പേർ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുക, ഫോട്ടോ എടുക്കുക, പത്രത്തിൽ കൊടുക്കുക, പോകുക, അത്രയേ ഉള്ളൂ. വേണാട്ട് അന്ന് എന്നോട് പറഞ്ഞ ആളാണ്, ഈ കരുമത്തിന് എവിടെയെങ്കിലും പോയി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഈ സമരത്തിനെ ഈ കരുമെന്ന് പറയാൾ, ഈ കരുമം ഇങ്ങനെയൊന്നും മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല, എവിടെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ സ്വന്തം നിലപാടല്ല. വേണാട്ടിന് അതാണ് നമ്മൾ പറയുന്നത്. അയാൾക്ക് സ്വന്തം നിലപാടില്ല. അയാളിനെ ആരൊക്കെ നിയന്ത്രിക്കും. പിന്നെ ഇതിന് വേണ്ടി എന്താ ചെയ്യുക? കൊക്കക്കോളായി സമരം ചെയ്യുന്ന ആൾക്കാർക്ക് പലരും പല കമ്പനികളും പല ഏജൻസികളും പൈസ കൊടുത്ത് ഡോക്ടറേറ്റ് മേടിച്ചും കൊടുക്കുന്നുണ്ടല്ലോ, ഡോക്ടറേറ്റ് ഇന്നെന്ന് കാരണം കൊണ്ട്. അപ്പം അതാണ്. അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഞാനിവിടെ ഒരു ആദിവാസി സമരസന സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. എന്നെ നിങ്ങളോടൊപ്പം ഉയർത്തിന്ന് വെക്കി. നിങ്ങൾ എന്നെ കൈപിടിച്ച് ഞാൻ കൈപിടിച്ച് ഇപ്പോൾ എന്നോടൊപ്പം കൊണ്ടു നടന്നാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെക്കാട്ടിൽ വളരും. എന്നെക്കാട്ട് വളർന്നാൽ എൻ്റെ സ്ഥാനം താഴെ പോകും. എല്ലാം മാരീപ്പനാണ് എന്നെ സംബന്ധിച്ചോളം. എല്ലാം മാരീപ്പനാണ്. മാരീപ്പനില്ലെങ്കിലും ഒന്നും നടക്കില്ല എന്നൊരു ഇതുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് താഴെ ഉള്ള ആൾക്കാരനെ ഒന്നും പഠിപ്പിക്കാതിരിക്കുക. വിളിച്ചാൽ വരിക. അയാൾ വിളിക്കുമ്പോൾ വരണം. അയാൾ എന്ത് മുദ്രാവാക്യം ഏറ്റു പറയണോ ആ മുദ്രാവാക്യം വിളിക്കണം. സമരപ്പന്തല്ലേ, ആദിവാസികൾക്ക് എന്താ മഹാത്മാഗാന്ധി, എന്താ വിവേകാനന്ദൻ ആയില്ലേ? അവിടെ അയ്യങ്കാളിയുടെ പടം വെച്ചുകൊണ്ട് ശക്തമായ അയ്യങ്കാളിയുടെ ആശയത്തിന് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കണം. അയ്യങ്കാളി ആരായിരുന്നു? നമ്മൾ അംബേദ്കറിന് വിടി, അദ്ദേഹം ദേശീയ തത്വ വലിയൊരു നേതാവാണ്, അദ്ദേഹത്തിനും കൂടി വിടി. കേരളത്തിൽ അയ്യങ്കാളി എന്തൊക്കെ ചെയ്തു, ആരിനു വേണ്ടി പ്രവർത്തിച്ചു? ശരിക്കും പറഞ്ഞെങ്കിൽ അവിടെ ശരിക്കും ഒരു അയ്യങ്കാളിയുടെ ഒരു റൂമക്കം പണിഞ്ഞുകൊണ്ട് കാലത്ത് വന്ന് അയ്യങ്കാളിന് മുമ്പിൽ 4 മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരിതുണ്ടല്ലോ, ഒരു എനർജി. അത് വിവേകാനന്ദന് മുമ്പിൽ നിന്ന എനർജി കിട്ടില്ല, ഗാന്ധിന് മുമ്പിൽ നിന്ന എനർജി കിട്ടില്ല. ഗാന്ധിനും അയ്യങ്കാളിനും ഒരുമിച്ച് വെച്ചിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഗാന്ധി രണ്ടും അപ്പുറത്തിപ്പുറത്തുള്ളതാണ്. അപ്പോൾ ഈ പടം വെച്ചത് തന്നെ നമുക്കൊന്നും ഇഷ്ടപ്പെടാതെ കാണാം ആൾക്കാരനെ. ഇയാൾക്ക് അത് തന്നെ ഇവർ ചെയ്യുന്നത് അങ്ങനെയാണ്. പല ഐഡിയകളും വന്ന് പലരും ഈ സമരത്തിനെ പലരുടെ ലാഭത്തിക്ക് വേണ്ടി ഈ സമരത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പലരുടെ ലാഭത്തിക്ക് വേണ്ടി, പലരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, പലരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി,
പല മാധ്യമങ്ങൾക്ക് വേണ്ടി. ആദ്യം 50 ദിവസം മാധ്യമം മാത്രമേ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഈ കൊക്കോകോള കമ്പനി കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ളത് മാതൃഭൂമിക്കും മലയാളം മനോരമയ്ക്കാണ്. ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് അവരുടെ പരസ്യമായിരുന്നു. അവരൊരു കാലം കഴിഞ്ഞിട്ട് കൊക്കോകോള മാതൃഭൂമി കൊക്കോകോള സമരക്കാർക്ക് അവാർഡ് കൊടുക്കണു, അവിടെ ഉള്ള സ്ത്രീകൾക്കൊക്കെ സാരികൾ കൊടുക്കണു. ഇതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്തയ്ക്കാണ് അവർക്ക് ഇത്. നമുക്ക് ഈ വാർത്തയാണ് അവരുടെ പ്രധാനം. ആ സമരത്തിന് ഗൗരവമായി ആരും എടുത്തിട്ടില്ല. പലരും അങ്ങനെയാണ്. പക്ഷേ ആദിവാസികൾ മാത്രം പലരും പല ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ, നഷ്ടപരിഹാരം കിട്ടിയാൽ എത്ര കിട്ടും, നഷ്ടപരിഹാരം മേടിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കുകയോ കിണർ വെട്ടുകയോ വീട് വയ്ക്കുകയോ, ഇങ്ങനെ ഉദ്ദേശത്തിലാണ്. നഷ്ടപരിഹാരം കിട്ടില്ല എന്ന് അവർക്ക് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നഷ്ടപരിഹാരം കിട്ടില്ല. ₹1 വേറെ ഒന്നും വേണ്ട. കൊക്കോകോള കമ്പനി നാളെ ₹1 നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ലോക രാജ്യം മുമ്പിൽ അവർ ഒന്നുമില്ലാതാവും. വലിയ ബാധിക്കും കമ്പനിന്. കൊക്കോകോള പ്ലാച്ചിമടയിലെ ആദിവാസികൾക്ക് നഷ്ടപരിഹാരം അവർ കോടികളൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. ₹1 നഷ്ടപരിഹാരം കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. സമരം തുടങ്ങുമ്പോൾ ആദിവാസി സമരസമിതി എന്ന പേരിലാണ് സമരം തുടങ്ങിയത്. ഒരാഴ്ച സമരങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യ ദിവസം സമരം തുടങ്ങുമ്പോൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൊണ്ടുവന്ന എല്ലാ ആദിവാസികൾ അല്ലാതെ ആൾക്കാർ പതുക്കെ ഇത് ആദിവാസികളുടെ സമരമായതുകൊണ്ട് പതുക്കെ പിൻവലിഞ്ഞു. അതും ഒരു പാഠമാണ് എന്നെ സംബന്ധിച്ചോളം. പതുക്കെ പിൻവലിച്ചു. മറ്റു സമൂഹത്തെയും കൂടി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആദിവാസി സമരസമിതി എന്ന സമിതി മാറ്റിക്കൊണ്ട് കൊക്കോകോള വിരുദ്ധ സമരസമിതി എന്ന് രൂപീകരിച്ചത്. അപ്പോൾ ഈ സമരം ഇത്രത്തോളം ലോകമറിയക്കൂടി സമരം, ഈ പ്രശ്നം പൊതുജനങ്ങൾക്കും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സമരം ചെയ്തതെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് തിരിച്ചറിവില്ല. അല്ലാണ്ടൊന്നുമല്ല, സമരം ആരാണ് ഏറ്റെടുത്തത് അവർ ചെയ്യട്ടെ. ആദിവാസികൾ പേരിൽ അറിയപ്പെടുന്ന സമരം ആദിവാസികൾ നടത്തിയാൽ മതി, ഞങ്ങളത് പിന്തുണയ്ക്കില്ല. അങ്ങനൊരു നിലപാട് മറ്റ് സമൂഹത്തിനിടയിലുണ്ട്. ആദിവാസികൾ വേണമെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടി സമരം ചെയ്യാം, പൊതുസമൂഹം ആദിവാസികൾക്ക് വേണ്ടി സമരം ചെയ്യില്ല. അതും മനസ്സിലാകേണ്ട ഈ സമരത്തിൽ നമുക്ക്. നമ്മൾ ഈ 2 സമരം ഒരേ സമരം തുടങ്ങിയതാണ്. 2 സമരം നമ്മൾ കൂട്ടി യോജിച്ചിട്ട് കൂട്ടി വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. 2ൽ രാഷ്ട്രീയമുണ്ട്. അവിടെ ആദിവാസികൾ മാത്രം സമരം നടത്തി പൊതുജനം അവരിന് തല്ലി. ഇവിടെ ആദിവാസികളുടെ കൊക്കോകോള സമരത്തിനെതിരെ ആദിവാസികൾ നടത്തിയ സമരത്തിൽ ആദിവാസികൾക്ക് ഭയങ്കര പിന്തുണയും കിട്ടി. ആദിവാസികളെ തള്ളാതെ നോക്കുകയും ചെയ്തു. ഇവിടെയും പരിസ്ഥിതി പ്രവർത്തകരാണ്, അവിടെയും പരിസ്ഥിതി പ്രവർത്തകരാണ്. അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ആദിവാസികളിലും മുക്കിലും മൂലയിലൊക്കെ തല്ലി ചവിട്ടി മോദിക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം നിന്നു. ആ പരിസ്ഥിതി പ്രവർത്തകരും ഈ പരിസ്ഥിതി പ്രവർത്തകരും തമ്മിൽ ബന്ധമുണ്ട്. ഭയങ്കരമാണത്. ഇതിൽ അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി CK ജാൻ കുറച്ചും കൂടി ഉയർത്തൽ കാണുന്നത് അവിടെയാണ്. ഇതേ ഞങ്ങൾ പ്ലാച്ചിമട സമരത്തോടൊപ്പം നിൽക്കാതെ മുത്തങ്ങ സമരമാണ് വലുത്, മുത്തങ്ങ സമരത്തോടെ നിന്നിട്ടുണ്ടെങ്കിൽ മൈലമ്മയ്ക്ക് ഇത്ര പേരൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കേരളത്തിൽ CK ജാനോടൊപ്പമെങ്കിലും മൈലമ്മയെ കൊണ്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവും. നല്ല സമൂഹത്തിനിടയിൽ നല്ല പേര്, ആദിവാസി സമൂഹത്തിനിടയിൽ നല്ല പേരും കിട്ടിയിട്ടുണ്ടാവും.